നമസ്കാരം. ആയില്യം നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വരുന്ന ആഴ്ച നിങ്ങൾക്കെങ്ങനെയായിരിക്കുമെന്നറിയാൻ റെഡിയല്ലേ? വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു ചോദ്യമുണ്ട്. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ശരിക്കും എങ്ങനെയുണ്ടാകും? പുതിയ അവസരങ്ങൾ വരുമോ? അതോ എന്തെങ്കിലും വെല്ലുവിളികളുണ്ടാകുമോ? വാ, നമുക്കിതിന്റെ ഉത്തരം കണ്ടെത്താം. നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജോലി, പണം, കുടുംബം എന്നീ കാര്യങ്ങളാണ്. പക്ഷേ അതോടൊപ്പം അവസാനം ഒരു പ്രധാനപ്പെട്ട പ്രതിവിധി കൂടിയുണ്ട്. അതുകൊണ്ട് അവസാനം വരെ ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് ഈ ആഴ്ചയുടെ ഒരു പൊതുവായ സ്വഭാവത്തിൽ നിന്ന് തുടങ്ങാം. ഈ ആഴ്ച എന്ന് പറയുന്നത് അവസരങ്ങളും അതേപോലെ തന്നെ ചില വെല്ലുവിളികളും ഒരുമിച്ച് വരുന്നൊരു സമയമാണ്. ഈ ആഴ്ചയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പുറമേന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല അവസരങ്ങൾ വരുന്നത് കാണാം. പക്ഷെ അതേസമയം തന്നെ നിങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു മാനസിക പിരിമുറുക്കം അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിലാണ് ഈ ആഴ്ച നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട 2 വാക്കുകളുണ്ട്: ക്ഷമയും കൃത്യതയും. എടുത്തുചാടി ഒരു കാര്യത്തിലും തീരുമാനമെടുക്കരുത്. എന്തു ചെയ്യുന്നതിനു മുൻപും നന്നായിട്ടൊന്ന് ആലോചിക്കുക. ഇതുതന്നെയാണ് ഈ ആഴ്ചയിലെ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ താക്കോൽ. ഇനി നമുക്ക് നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലേക്കും വിദേശയാത്ര പോലുള്ള കാര്യങ്ങളിലേക്കും വരാം. ഇവിടെ ചില നല്ല മുന്നേറ്റങ്ങളുണ്ട്, പക്ഷേ കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയും വേണം. നിങ്ങളുടെ ജോലിസ്ഥലത്ത് ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഒരു പുതിയ ഉത്തരവാദിത്തം കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു സുവർണാവസരമാണ്. നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ ജോലിയെ ശ്രദ്ധിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യും. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഇന്റർവ്യൂവോ മീറ്റിംഗോ ഈ ആഴ്ച നടക്കാനും സാധ്യത കാണുന്നു. പക്ഷേ ഇവിടെയാണ് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും രേഖകൾ, അതായത് ഡോക്യുമെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. സഹപ്രവർത്തകരുമായി ചെറിയ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതൊന്ന് ക്ഷമയോടെ കൈകാര്യം ചെയ്യുക. പിന്നെ വിദേശയാത്രയോ ജോലിയോ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങളെല്ലാം അനുകൂലമായി വരും. പക്ഷേ ക്ഷമയുടെ സ്വാധീനം കാരണം ഫൈനൽ ഡിസിഷൻ വരാൻ കുറച്ചൊന്ന് വൈകിയേക്കാം. ഓക്കേ, ഇനി പൈസയുടെ കാര്യവും വീട്ടിലെ കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെയും ചില നേട്ടങ്ങളും കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ചില ധനലാഭങ്ങൾ പ്രതീക്ഷിക്കാം. പണ്ട് കിട്ടാനുണ്ടായിരുന്ന പണമോ കുടിശ്ശികയോ ഒക്കെ ഈ ആഴ്ച കയ്യിൽ വന്നു ചേരാനും സാധ്യതയുണ്ട്. പക്ഷേ ഒരു ഉപദേശം തരാം. ഈ ആഴ്ച ഒരു സേവിംഗ് മോഡിലിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അനാവശ്യമായി ഷോപ്പിംഗ് നടത്തുന്നതും മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുന്നതും മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി വീട്ടിലെ കാര്യങ്ങൾ. വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുണ്ടാകും. അത് നല്ലൊരു കാര്യമാണ്. എന്നാൽ ദാമ്പത്യബന്ധത്തിൽ പങ്കാളിയുമായി ചെറിയ തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഈ ആഴ്ച നിങ്ങളുടെ വികാരങ്ങൾ കുറച്ച് തീവ്രമായിരിക്കും. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്നത് ബന്ധങ്ങൾ കൂടുതൽ മനോഹരമാക്കാൻ സഹായിക്കും. അടുത്തത് നമ്മുടെ എല്ലാം പ്രധാനപ്പെട്ട വിഷയമായ ആരോഗ്യം. അതോടൊപ്പം ഈ ആഴ്ച നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല. പക്ഷേ ചില ചെറിയ കാര്യങ്ങൾ, അതായത് തലവേദന, ഉറക്കക്കുറവ്, വയറിന് ചെറിയ അസ്വസ്ഥതകൾ, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം പരിഹാരവുമുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ രാത്രി കിടക്കാൻ നേരം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. ഇത് ചെയ്താൽ തന്നെ നല്ല മാറ്റമുണ്ടാവും. ഇനി ഈ ആഴ്ച നിങ്ങളുടെ ലക്കി ചാംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങാൻ ബുധൻ, വെള്ളി ദിവസങ്ങൾ വളരെ നല്ലതാണ്. നിങ്ങളുടെ ഭാഗ്യനിറം പച്ചയാണ്. അതുകൊണ്ട് പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി തരും. പിന്നെ ഭാഗ്യസംഖ്യ 5 ആണ്. ഇതൊക്കെയൊന്ന് ഓർമ്മയിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ആ ഭാഗമെത്തി. ഈ ആഴ്ചയിലെ തടസ്സങ്ങളും മാനസിക സമ്മർദ്ദവുമൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ആ പ്രധാന പ്രതിവിധി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ലളിതമായ, ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്നാമതായി, ബുധനാഴ്ച ദിവസം ഓം ഭൂം ബുധായ നമഃ എന്ന മന്ത്രം ജപിക്കുക. രണ്ടാമതായി, ശനിയാഴ്ച ദിവസം ഒരു എള്ളെണ്ണ വിളക്ക് തെളിയിക്കുന്നത് വളരെ നല്ല ഫലം തരും. പിന്നെ പൊതുവായി ഈ ആഴ്ചയിൽ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഒരു ചെറിയ കാര്യം പ്രത്യേകം ഓർക്കണം. ബുധനാഴ്ച നിങ്ങൾ ജപിക്കുന്ന ആ മന്ത്രം, അത് കൃത്യമായി 21 തവണ ജപിക്കാൻ ശ്രമിക്കുക. ആ ഒരു കൃത്യതയും ശ്രദ്ധയും അതിന്റെ ഫലം ഇരട്ടിയാക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ കാര്യങ്ങൾ ഒന്നുകൂടി ചുരുക്കി പറയാമല്ലേ? ഒന്നാമത്തെ കാര്യം, ക്ഷമയോടെ നിന്നാൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉറപ്പാണ്. വിദേശകാര്യങ്ങളിൽ നല്ല പുരോഗതിയുണ്ടാവും. കുടുംബത്തിന്റെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞ പ്രതിവിധികൾ ചെയ്യുന്നത് തടസ്സങ്ങൾ കുറയ്ക്കാൻ തീർച്ചയായും സഹായിക്കും. വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. അവസരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും അറിയാം. അപ്പോൾ പിന്നെന്താ,
ഈ ആഴ്ചയിലെ നേട്ടങ്ങൾ കൊയ്യാൻ നിങ്ങൾ തയ്യാറല്ലേ? നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. അടുത്ത ആഴ്ചയിലെ ഫലങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.